വോട്ട് പെട്ടിയിലായി, കണക്കുകൂട്ടലുകൾ തകൃതിയായി പാർട്ടികൾ നടത്തുകയാണ്. ഇത്തവണ പാലക്കാടൻ കോട്ട ഇളകുമോ അതോ കോട്ട അതേപോലെ നിലനിൽക്കുമോ? കോട്ട ഇളകുമെന്നാണ് സംസാരിക്കുന്ന BJP നേതാക്കളെല്ലാം പറയുന്നത്. അതേസമയം പിരായിരിയിലെ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷം പഴയതുപോലെ പറയുന്നില്ലെങ്കിലും 5000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് കോൺഗ്രസും പറയുന്നു. മൂന്നാം സ്ഥാനത്തിനായല്ല, രണ്ടാമതുമല്ല, ഒന്നാമതെത്തുമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. ഏതായാലും നമുക്കിപ്പോൾ ഒരു പുതിയ കണക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. രാവിലെ മുതൽ ഔദ്യോഗികമായൊരു കണക്ക് ലഭ്യമാകുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടുന്ന കണക്കാണ് അത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ പറഞ്ഞ ഒരു കണക്ക് അത് പൂർണ്ണമായും CPM ജില്ലാ സെക്രട്ടറി തള്ളുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സൈറ്റിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് പഞ്ചായത്ത് തലത്തിൽ 59,470 വോട്ടുകൾ പോൾ ചെയ്തു എന്നും മുനിസിപ്പാലിറ്റിയിൽ 77,835 വോട്ടുകൾ, ഏതാണ്ട് 1,37,000 വോട്ടുകൾ മൊത്തത്തിൽ, 36,000 വോട്ടുകൾ മൊത്തത്തിൽ പോൾ ചെയ്തു എന്ന ഒരു കണക്ക്, അത് അന്തിമ കണക്കാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ കണക്ക് വരുന്നതിന് മുൻപ് വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. കോട്ട കാക്കുമോ അതോ കോട്ട ഇളകുമോ? ഇതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്.